നവകേരളം നവമുന്നേറ്റത്തിൽ ഇനി കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളാണ്. കേരളത്തിലെ കായലോര പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ കായംകുളം കയർ വ്യവസായം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് പ്രശസ്തമാണ്. ഈ മേഖലകളിൽ ഉൾപ്പെടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റി കാർത്തികപ്പള്ളി താലൂക്കിലെ ദേവികുളങ്ങര, കണ്ടല്ലൂർ, കൃഷ്ണപുരം, പത്തിയൂർ, മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ഭരണിക്കാവ്, ചെട്ടികുളങ്ങര എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കായംകുളം നിയമസഭാ മണ്ഡലം. ഭൂപ്രകൃതിയാൽ സമ്പുഷ്ടമായ കായംകുളം അതിന്റെ പഴമയും പ്രൗഢിയും വീണ്ടെടുക്കാനുള്ള ഒട്ടേറെ വികസന പദ്ധതികളിലൂടെയാണ് കടന്നുപോകുന്നത്. ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര വികസനത്തിനാണ് മണ്ഡലത്തിലെ MLA ആയ യു പ്രതിഭ ഊന്നൽ നൽകുന്നത്. നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി ഇപ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടരുന്ന ഒട്ടനവധി കിഫ്ബി പദ്ധതികൾ നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിലുണ്ട്. കായംകുളത്ത് മാത്രമല്ല, കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സമാനതകളില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു MLAക്ക് അവരുടെ 5 വർഷക്കാലം, ഒരു വർഷം 5 കോടി രൂപ വെച്ച് ചെലവഴിച്ചാൽ 5 വർഷക്കാലം 25 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യാൻ കഴിയുക. കൂടാതെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി രൂപയുടെ, അങ്ങനെ നോക്കിയാലും ഒരു വർഷം 6 കോടി രൂപ മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം വർഷത്തിൽ 5 വർഷം എടുക്കുമ്പോൾ 30 കോടി രൂപയുടെ വികസനം. എന്നാൽ കിഫ്ബി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി, അല്ലെ കിഫ്ബി വന്നതോടുകൂടി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം അടക്കം 46 കോടിയുടെ വികസനമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 15 കോടിയുടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ, അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, ഗതാഗത പ്രശ്നമായിരുന്നു മാമ്പ്രക്കന്നേർ റെയിൽവേ ഓവർ ബ്രിഡ്ജ്. അപ്പോൾ ആ മാമ്പ്രക്കന്നേർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് ആദ്യം 31 കോടിയാണ് അനുവദിച്ചത്. എന്നാൽ സ്ഥലമെടുപ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ വഴി ഇപ്പോൾ അത് 2019 മുതൽ 24 വരെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആയി. കാരണം സ്ഥലമെടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം കൃത്യമായി പരിഹരിച്ചു. 36 കോടിയുടെ പുതുക്കി അപ്രൂവൽ ഇപ്പോൾ കിഫ്ബി നൽകിയിരിക്കുകയാണ്. കൂടുതൽ പേർ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ അടക്കം കൊണ്ടുവന്ന് മികച്ച പൊതുജനാരോഗ്യം ഉറപ്പാക്കാനുള്ള പദ്ധതികൾക്കാണ് പ്രഥമ പരിഗണന. ഇതിനായി ആശുപത്രിയിൽ 46 കോടി രൂപ മുതൽ മുടക്കിൽ പുതിയ മന്ദിരം പണികഴിപ്പിക്കും. നാടിന്റെ അടിസ്ഥാന വികസനം ലക്ഷ്യം വച്ചുള്ള പദ്ധതികൾക്കായും കോടികൾ വകയിരുത്തിയിട്ടുണ്ട്. പാലങ്ങൾ, റോഡുകൾ തുടങ്ങി മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും വരെ വികസന പ്രവർത്തനങ്ങൾ എത്തുന്ന തരത്തിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്.
പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മല്ലിക്കാട്ടുകടവ് റോഡ്, അതായത് ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് ബാക്ക് വാട്ടർ റോഡ് എന്നാണ് അതിൻ്റെ പേര്. 20 കോടി രൂപയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്, 5 വർഷം കൊണ്ട് അസറ്റ് ഫണ്ടിലൂടെ 25 കോടി ചെലവഴിക്കാൻ ഒരു MLAക്ക് കഴിയുള്ളൂ. അവിടെയാണ് 20 കോടിയുടെ റോഡ്, 46 കോടി രൂപയുടെ ആശുപത്രി കെട്ടിടം, 15 കോടി രൂപയുടെ തിയേറ്റർ കോംപ്ലക്സ്, അതുപോലെ തന്നെ 36 കോടിയുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് ROB, മാമ്പ്രക്കന്നി ROB അടക്കം നിരവധിയായിട്ടുള്ള കിഫ്ബി വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം വികസന പ്രവർത്തനങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കൂടാതെയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് ബാക്ക് വാട്ടർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന റോഡിനായി 20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 20 കോടിയുടെ വികസനമാണ് 5 വർഷം കൊണ്ടല്ലേ 25 കോടിയുടെ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാലത്തിന് തന്നെ, എനിക്ക് ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായൊരു പാലമായിരുന്നു കൂട്ടുംവാതിക്കൽ കടവ് പാലം. കിഫ്ബി ഫണ്ടല്ല, പക്ഷേ ഗവൺമെൻറ് സ്പെഷ്യൽ ഫണ്ട് തന്നുകൊണ്ട് 31 കോടി രൂപയുടെ ഒരു പാലമാണ് അവിടെ പൂർത്തീകരിച്ചത്. ഇതൊക്കെ വലിയൊരു ഗതാഗത സാധ്യതയാണ് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ മനോഹരമായിട്ട് പാർക്ക് ജംഗ്ഷൻ പാലം ഏകദേശം 6 കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഒരു MLAക്ക് ചെയ്യാൻ കഴിയുമ്പോൾ മുൻകാലത്ത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കിഫ്ബി എന്ന സംവിധാനത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആയിരക്കണക്ക് പേഷ്യൻസ് വരുന്ന താലൂക്ക് ആശുപത്രിയാണിത്. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അങ്ങനെ വൈവിധ്യങ്ങളായ ആരോഗ്യ രംഗത്താണെങ്കിലും ഗതാഗത രംഗത്താണെങ്കിലും അതുപോലെ സ്കൂളുകൾ, നമ്മുടെ 2 സ്കൂളുകൾ നമ്മുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കെട്ടിടങ്ങൾ നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മനോഹരമായ മാതൃകയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഭരണിക്കാവ് ഗവൺമെൻറ് UP സ്കൂൾ 1 കോടി രൂപ വെച്ചിട്ടൊരു UP സ്കൂൾ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇത്തരം വലിയ ഫണ്ടുകൾ ഒരിക്കലും നമ്മൾ MLAമാർക്ക് അവരുടെ മൊത്തം ഫണ്ട് എടുത്ത് ചെയ്താലും ഇത്തരം വലിയ പദ്ധതികൾ നടപ്പാക്കാൻ മുൻകാലത്ത് കഴിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ 2016 ശേഷം വന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ അഭിമാനകരമായി നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള പദ്ധതിക്കും തുടക്കമിട്ട് കഴിഞ്ഞു. വിവിധ സ്കൂളുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, ഭരണിക്കാവ് ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കൂട്ടുംവാതിക്കൽ കടവ് പാലത്തിനായി 31 കോടി രൂപയും പാർക്ക് ജംഗ്ഷൻ പാലത്തിനായി 6 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കാരണമാകുന്ന മാമ്പ്രകനെ റെയിൽവേ ഓവർബ്രിഡ്ജിനായി 36 കോടി രൂപയുടെയും ഭരണാനുമതിയായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 2016 കഴിഞ്ഞ് ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ സഹായിച്ച ഒരു വലിയ സംവിധാനമാണ് കിഫ്ബി. ഇപ്പോൾ കായംകുളത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സാധാരണ ഒരു MLAക്ക് 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്
ഒരു വർഷം ചെയ്യാൻ കഴിയുന്നതിരിക്കെ ഒരു പാലത്തിന് തന്നെ 30 കോടി, റെയിൽവേ ഓവർബ്രിഡ്ജിന് 36 കോടി, സ്കൂൾ കെട്ടിടങ്ങൾക്ക് 6 കോടി, പല സ്കൂൾ കെട്ടിടങ്ങൾ കട്ടി. ഇപ്പോൾ എനിക്കിവിടെ ടൗണിലെ സ്കൂളിൽ തന്നെ 7 കോടി, അതുപോലെ രാമപുരം സ്കൂളിന് 5 കോടി, പന്തൻകാവ് സ്കൂളിന് 1 കോടി, പിന്നെ നമ്മളുടെ ROB പണിയാനായിട്ട് ഇപ്പോൾ 36 കോടി, തിയേറ്റർ കോംപ്ലക്സിന് 15 കോടി, അങ്ങനെ ഇഷ്ടംപോലെ ഫണ്ടുകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 5 കോടിയിൽ നിന്ന് ഒരു വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിവിടെ 6 പഞ്ചായത്ത് ഒരു നഗരസഭയോ ഈ 5 കോടി 6 പഞ്ചായത്തുകൾക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ തന്നെ പിന്നെ ഫണ്ടൊന്നും ഉണ്ടാവുകയില്ല. കാരണം അത്രയധികം ആവശ്യങ്ങളാണ്. ഇപ്പം ഞാൻ നമ്മുടെ ബജറ്റിൽ 10 കോടി രൂപ ബജറ്റിൽ സ്പെഷ്യലായിട്ട് അനുവദിച്ച് കിട്ടിയപ്പോൾ ഒരു 20 റോഡ് അല്ലെങ്കിൽ 22 റോഡ് നമ്മൾ 6 പഞ്ചായത്തിലും നഗരസഭയിലൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ പൈസ തീരുകയാണ്, 10 കോടി തീരുകയാണ്. കാരണം അത്രയധികം ചിലവേറിയതാണ് റോഡുകളുടെ നിർമ്മാണം, നല്ല നിലവാരത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് പരിമിതമായിരുന്നു ഈ 5 കോടി കിട്ടുമ്പോൾ പോലും. അവിടെയാണ് ഈ പറഞ്ഞ കിഫ്ബിയുടെ സഹായം കൂടി വന്നതോടുകൂടി ധാരാളം വികസന പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ നമുക്ക് മണ്ഡലത്തിൽ ചെയ്യാനായിട്ട് കുറേയധികം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു റോഡിന് തന്നെ എനിക്ക് 20 കോടി കിട്ടിയിട്ടുണ്ട്. ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് ബാക്ക് വാട്ടർ റോഡ്, അത് ഒരു 3 പഞ്ചായത്തുകളുടെ കടന്നു പോകുന്നതാണ്, ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ അതിന് 20 കോടിയുടെ വർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡായും സ്കൂൾ കെട്ടിടങ്ങളായും തിയേറ്റർ കോംപ്ലക്സ് ആയും അതുപോലെ തന്നെ ഹോസ്പിറ്റലായും ഒക്കെ കിഫ്ബി നമ്മുടെ മണ്ഡലത്തിൽ അനുഭവവേദ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഇച്ഛാശക്തിയുള്ള ഒരു ഇടപെടലായിരുന്നു അത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കിഫ്ബി പദ്ധതി. മണ്ഡലത്തിലെ സാംസ്കാരിക രംഗത്തിന് ഉണർവേകാനായി മൾട്ടിപ്ലക്സ് തിയേറ്ററും സ്ഥാപിക്കും. ഇതിനായി 15 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കായംകുളത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ നിയമസഭാ മണ്ഡലമായ കായംകുളത്തിന്റെ യശസ്സും വാനോളമുയരും. കായംകുളത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ നിയമസഭാ മണ്ഡലമായ കായംകുളത്തിന്റെ യശസ്സും വാനോളം ഉയരും. ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തിരുവനന്തപുരം മുതൽ തിരുവല്ലയുടെ വടക്ക് ഭാഗങ്ങൾ വരെ പരന്നുകിടന്ന ആയി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു മാവേലിക്കര. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളെക്കാൾ കൂടുതൽ ബൗദ്ധ പാരമ്പര്യം പേർന്ന സ്ഥലം കൂടിയാണ് മാവേലിക്കര. ഈ ചരിത്രത്തെ ഉൾക്കൊണ്ട് സമഗ്രമേഖലയിലും വൻ വികസന കുതിപ്പാണ് MS അരുൺകുമാർ എന്ന ഊർജ്ജസ്വലനായ യുവ MLA നേതൃത്വത്തിൽ മാവേലിക്കര മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ വികസന കാഴ്ചകൾ നവകേരളം നവമുന്നേറ്റത്തിലൂടെ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മുനിസിപ്പാലിറ്റി മാവേലിക്കര താലൂക്കിലെ ചുനക്കര, താമരക്കുളം, തെക്കേക്കര, നൂർനാട്, പാലമേൽ, തഴക്കര, വള്ളികുന്നം എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലം. CPMലെ MS അരുൺകുമാറാണ് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, 1ഉം 2ഉം ഗവൺമെൻറ് സംസ്ഥാനത്താകെ കിഫ്ബി വഴി വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ, പശ്ചാത്തല, സൗകര്യ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 132 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസനം നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ 14 കോടിയോളം രൂപയാണ് വിവിധ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങിയതും പൂർത്തീകരിച്ചതുമായ പദ്ധതികൾ.
അളന്നാൽ തീരാത്തത്ര നെല്ല് വിളയുന്ന സ്ഥലം അഥവാ അതിരുകളില്ലാത്ത കര എന്ന അർത്ഥത്തിൽ മാവേലിക്കര എന്ന സ്ഥലനാമം ഉണ്ടായി എന്നാണ് ഒരു ചൊല്ല്. മാവേലി രാജവംശത്തിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലമായതിനാലാണ് മാവേലിക്കര എന്ന സ്ഥലനാമം ഉണ്ടായതെന്നും വ്യത്യസ്തമായൊരു അഭിപ്രായവും കേൾക്കുന്നുണ്ട്. എന്തുതന്നെയായാലും വികസനത്തിന്റെ അതിരില്ലാത്ത പ്രവർത്തനമാണ് സാംസ്കാരിക നഗരം കൂടിയായ മാവേലിക്കര മണ്ഡലത്തിൽ നടന്നത്. രാജഭരണകാലത്തിന്റെ പ്രൗഢിപേറുന്ന മാവേലിക്കര ജില്ലാ ആശുപത്രി ഇന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മകുടോ ഉദാഹരണമാണ്. തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന 2 ജനറൽ ആശുപത്രികളായിരുന്നു തിരുവനന്തപുരവും മാവേലിക്കരയും. ജനായത്ത ഭരണം വന്നപ്പോൾ മാവേലിക്കര ജനറൽ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി മാറ്റി. 2010 മാവേലിക്കര താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത്. ആശുപത്രിയുടെ പദവി ഉയർത്തിയ ശേഷം സർക്കാർ നിരവധി വികസന പ്രവർത്തനമാണ് ഇവിടെ പൂർത്തിയാക്കിയത്. 132 കോടി രൂപ ചെലവിൽ മാവേലിക്കര ജില്ലാ ആശുപത്രി നവീകരണം പൂർത്തിയാക്കി. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ നടപ്പിലാക്കി. ഡയാലിസിസ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. മാവേലിക്കര ജില്ലാ ആശുപത്രി മാവേലിക്കരയെ സംബന്ധിച്ച്, അല്ലെ മാവേലിക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് 50 കിലോമീറ്ററിനപ്പുറമുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജില്ലയിലെ ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. ജില്ലാ ആശുപത്രിയിലെ 132 കോടി രൂപയുടെ വികസനം പൂർത്തിയാകുന്ന നിലയിലേക്ക് എത്തുന്നു. 7 നില കെട്ടിടം, ബഹുനില കെട്ടിടം പൂർത്തിയായിരിക്കുന്നു. അടുത്ത വർഷം പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക്, നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറുകയാണ്. മെഡിക്കൽ കോളേജ് വരെ എല്ലാ കാര്യങ്ങൾക്കും പോകാതെ മാവേലിക്കരയിൽ തന്നെ ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആരോഗ്യമേഖലയുടെ ശ്രദ്ധേയമായ കരുത്തും കാവലുമായി കിഫ്ബിയുടെ ഈ പ്രോജക്റ്റിലൂടെ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പുതിയകാവ് ബുദ്ധ ജംഗ്ഷൻ കല്ലുമല കറ്റാനൻ റോഡ് നിർമ്മാണം, താമരക്കുളം വെറ്റമുക്ക് റോഡിൽ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാമ്പിശ്ശേരി ചൂനാട് താമരക്കുളം റോഡ് നിർമ്മാണം എന്നിവയെല്ലാം പൊതുഗതാഗത രംഗത്ത് തിളക്കമാർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി മാവേലിക്കരയിലെ റോഡുകൾ കിഫ്ബിയുടെ സഹായത്തിൽ മിന്നിത്തിളങ്ങുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മാവേലിക്കരയിലെ കല്ലുമല റെയിൽവേ മേൽപ്പാലം. കിഫ്ബി വഴി 38.22 കോടി ചിലവഴിച്ചുകൊണ്ടാണ് ആ വലിയ ആവശ്യത്തിന് ഗവൺമെൻറ് നിറം പകർന്നു നൽകി ആ സ്വപ്നം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. സ്ഥലമേറ്റെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി. 11 കോടിയോളം രൂപ സ്ഥലമേറ്റെടുത്തവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ടെൻഡർ നടപടികളിലേക്ക് കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം പോവുകയാണ്. ഏറ്റവും വേഗത്തിൽ മാവേലിക്കരയുടെ ഒരു വലിയ പ്രശ്നത്തിന് കിഫ്ബിയുടെ തണലിൽ പരിഹാരമാകുകയാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണ പുരോഗതിയും എടുത്തു പറയേണ്ടതാണ്. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞു. ഇതിനായി സർക്കാർ ഫണ്ടിൽ നിന്നും 5 കോടി രൂപയും MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1.04 കോടി രൂപയും ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതും വലിയ നേട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി 14 കോടി രൂപയാണ് കിഫ്ബി വഴി മാവേലിക്കര മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുള്ളത്. 5 കോടി രൂപയുടെ
ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇലിപ്പിക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ സ്കൂള് വള്ളികുന്നം പഞ്ചായത്തിലെ 3 കോടി രൂപയിൽ സ്കൂൾ കെട്ടിടവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചുനക്കര സ്കൂളിൻ്റെ 3 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. കുടശനാട് സ്കൂളിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ മാവേലിക്കരയിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. കുന്നം സ്കൂള്, ആ സ്കൂളിൽ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞ് സമഗ്രമായ വിദ്യാഭ്യാസ വികസനത്തിന് മാവേലിക്കര മണ്ഡലത്തിൽ കിഫ്ബി മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളാകെ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യം ഈ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ചുനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാമ്പിശ്ശേരി KKM HSS എന്നീ സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റി. ഇലപ്പിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പശ്ചാത്തല സൗകര്യ വികസന രംഗത്തും മാവേലിക്കരയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബി വഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കിടയിലും അവശ്യ സേവനങ്ങളെയും ക്ഷേമ പദ്ധതികളെയും ബാധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിർണായകമായ മേഖലകളിലെല്ലാം മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ വികസന മുന്നേറ്റമാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ കാഴ്ചവച്ചിട്ടുള്ളത്. ഒരു ഗവൺമെൻറ്റിൻ്റെ വലിയ വികസന കാഴ്ചപ്പാടിൻ്റെ ചിറകിലേറി മാവേലിക്കരയും കുതിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാവേലിക്കരയെ കിഫ്ബിയുടെ തണലിൽ വികസനത്തിൻ്റെ മറ്റൊരു പാത ജനങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നു. ഏറെ ചരിത്രം പേറുന്ന മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ കൂടുതൽ പശ്ചാത്തല സൗകര്യം സൃഷ്ടിക്കാനും അതുവഴി വികസനത്തിൻ്റെ വലിയ മാറ്റം പൊതുജനങ്ങൾക്ക് നൽകുവാനും ഈ കാലയളവിൽ കഴിഞ്ഞുവെന്നത് അഭിമാനകരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണ മികവ് രാജ്യത്തിന് അഭിമാനവും ലോകത്തിന് മികച്ച മാതൃകയായും അംഗീകരിക്കപ്പെടുകയാണ്.